ഹായ്, നമസ്കാരമുണ്ട്. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 16, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് വാർത്ത എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ നിന്നാണ്. നമുക്കറിയാം, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുകയാണ്. നമുക്കറിയാം, ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചു. അത് പെർത്തിൽ വെച്ചായിരുന്നു മത്സരം. പെർത്തിൽ ഇന്ത്യ വിജയിക്കില്ല എന്നൊക്കെ കരുതിയായിരുന്നു, പക്ഷേ ഇന്ത്യ വിജയിച്ചു. അതേസമയം രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അഡലേഡിലായിരുന്നു. അഡലേഡിൽ കുറേയും കൂടി ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇന്ത്യ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ത്യ പരാജയപ്പെട്ടു. ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. അതേസമയം മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുന്നത് ബ്രിസ്ബെയിനിലാണ്. ബ്രിസ്ബെയിനും ഏതാണ്ട് പെർത്ത് പോലെ സമാനമായ ഒരു പിച്ചാണ് അവിടെ ഉള്ളതും. കൂടുതലും ഫാസ്റ്റ് ബൗളിങ്ങിന് അനുകൂലമായതാണ്. അവിടെയും ഇന്ത്യക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പിച്ച് തന്നെയാണ്. ഇതുവരെ നടന്നതിൽ വെച്ച് ഒരിക്കൽ മാത്രമാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം അജിങ്ക്യ രഹാനയുടെ നേതൃത്വത്തിൽ പര്യടനം നടത്തിയപ്പോഴാണ്. അത് ഒന്നാം ഇന്നിങ്സിൽ ഷർദുൽ ഠാക്കൂർ, വാഷിങ്ടൺ സുന്ദർ തുടങ്ങിയവരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനവും രണ്ടാം ഇന്നിങ്സിൽ ഋഷഭ് പന്തിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയൊക്കെ മികച്ച ബാറ്റിംഗ് പ്രകടനവും കാരണമാണ് ഇന്ത്യ വിജയിച്ചത്. അതുപോലെ മികച്ച ബൗളിംഗ് ഉണ്ടായിരുന്നു മുഹമ്മദ് സിറാജിൻ്റെയും ഒക്കെ. പിന്നെ അത് ഈ ടെസ്റ്റിൽ, അതായത് ഈ ടെസ്റ്റിൻ്റെ ഇന്ന് മൂന്നാം ദിവസമായിരുന്നു. കുറച്ച് സമയം മഴ കാരണം കളി മുടങ്ങിയിട്ടുണ്ട്. ഒന്നാം ദിവസവും കുറച്ച് സമയം മാത്രമേ കളി നടന്നിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം, ഇത് ഓസ്ട്രേലിയയിലെ ഫാസ്റ്റ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചുകളിലൊക്കെ മഴ പെയ്താലും കുറച്ച് സമയം കളി നടന്നാൽ തന്നെ കളിക്കൊരു തീരുമാനമാവും എന്നറിയാം. ഇനി നാളെ 2 ദിവസം ഇനിയും ബാക്കിയുണ്ട്. ചിലപ്പോൾ കളിക്ക് തീരുമാനം ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഓസ്ട്രേലിയ 445 റൺസിന് പുറത്തായി. നമുക്കറിയാം, അവരുടെ ട്രാവിസ് ഹെഡും സ്റ്റീവ് സ്മിത്തും സെഞ്ചുറി നേടിയിരുന്നു. അതുപോലെ ജസ്പ്രീത് ബുംറയ്ക്ക് 6 വിക്കറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജസ്പ്രീത് ബുംറ പല റെക്കോർഡുകളൊക്കെ അതിൽ തകർത്തിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 4 വിക്കറ്റിന് 51 റൺസ് എന്ന നിലയിൽ തകർന്ന് ഇരിക്കുന്ന അവസ്ഥയിലാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരൊക്കെ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് എന്നീ 4 പേരും പുറത്തായി. ഇപ്പോൾ KL രാഹുൽ 33 റൺസോടെയും രോഹിത് ശർമ്മ റണ്ണൊന്നും എടുക്കാതെയും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ കാലത്ത് കളി തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു ടെസ്റ്റിൽ നമുക്കറിയാം, രോഹിത് ശർമ്മ ഒരുപാട് എയറിലാണ്. അദ്ദേഹത്തിൻ്റെ പല തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റിൽ നമുക്കറിയാം, സ്പിൻ ബൗളർക്ക് ഒരു വിക്കറ്റും കിട്ടിയിട്ടില്ല. അതായത് രവീന്ദ്ര ജഡേജയായിരുന്നു ഈ മത്സരത്തിലെ ഏക സ്പിന്നർ. അപ്പോൾ അതിനെ നമ്മുടെ ഒരു മുൻ ടെസ്റ്റ് സ്പിൻ ബൗളറായ ഹർഭജൻ സിംഗ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ആദ്യ ടെസ്റ്റിൽ നമ്മൾ വാഷിങ്ടൺ സുന്ദറിനാണ് അവസരം കൊടുത്തത്. ജസ്പ്രീത് ബുംറയായിരുന്നു ക്യാപ്റ്റൻ. അദ്ദേഹം വലിയ തിരക്കടില്ലാത്ത പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കി രണ്ടാം ഇന്നിങ്സിൽ രവിചന്ദ്ര അശ്വിനെ എടുത്തതെന്ന് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ മൂന്നാം ടെസ്റ്റിൽ 2 പേർക്ക് അവസരം കൊടുത്തില്ല. പകരം രവീന്ദ്ര ജഡേജയ്ക്കാണ് രോഹിത് ശർമ്മ അവസരം കൊടുത്തത്, ടീം മാനേജ്മെൻറ്റ് അവസരം കൊടുത്തത്. അദ്ദേഹത്തിനൊരു വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ രണ്ടാം ഇന്നിങ്സ്, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഏതായാലും ഹർഭജൻ സിംഗ് ഈ തീരുമാനത്തെ എതിർത്ത് ഇത് 3 ബൗളർമാരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയാണ് എന്നാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം, രവിചന്ദ്രൻ അശ്വിൻ 500-ലധികം വിക്കറ്റ് എടുത്ത ആളാണ്. രവീന്ദ്ര ജഡേജ 300-ലധികം വിക്കറ്റ് എടുത്ത ആളാണ്. അവരാരും മോശക്കാരൊന്നുമല്ല. അതേസമയം വാഷിങ്ടൺ സുന്ദറും കളിച്ച ടെസ്റ്റുകളിലൊക്കെ മോശമല്ലാത്ത പ്രകടനം നടത്തിയ ആളാണ്.
പിന്നെ എന്തിനാണ് ഇവർക്കെതിരെ ഇതിൽ ഇങ്ങനെയൊക്കെ ഒരു ആത്മവിശ്വാസം തകർക്കുന്ന തീരുമാനം എടുത്തത് എന്നാണ് ഹർഭജൻ സിംഗ് ചോദിച്ചത്. അതുപോലെ മറ്റു പല സീനിയർ താരങ്ങളും ഈ ടെസ്റ്റിലെ പല തീരുമാനങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിക്കറ്റിലെ ഇന്നത്തെ അപ്ഡേറ്റിൽ പറയാനുള്ളത്. നാളത്തെ അപ്ഡേറ്റായിട്ട് വരുന്നത് വരെ നമസ്കാരം. താങ്ക് യു.